ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മുടെ എല്ലാവരുടെയും ഒരു പ്രധാന സംശയമായിരിക്കുമല്ലേ നമ്മുടെ അക്വേറിയത്തിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫിൽറ്റർ ഏതാണെന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന കുറച്ച് ഫിൽറ്റേഴ്സിൻ്റെ ഒരു കമ്പാരിസൺ വീഡിയോയാണ്. ഇത് നമ്മൾ നോക്കാൻ പോകുന്നതാണ് സം ഫിൽറ്റർ പ്രധാനമായിട്ടും നമ്മുടെ അക്വേറിയത്തിൻ്റെ ബോട്ടത്തിലായിട്ടായിരിക്കും പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഫിൽട്രേഷൻ നടക്കുന്നത് പല ചേമ്പറുകളിലായിട്ടായിരിക്കും. ഫസ്റ്റ് വരുന്നതാണ് മെക്കാനിക്കൽ ഫിൽട്രേഷനിൽ ലാർജ് വേസ്റ്റസിനെ കളക്ട് ചെയ്യുന്നു, അതായത് അൺഈറ്റൻ ഫുഡ്സും ഡീബ്രിസും ഒക്കെ. അടുത്തതാണ് ബയോളജിക്കൽ ഫിൽട്രേഷനിൽ നമ്മൾ സെറാമിക് റിങ്സും K1 മീഡിയവും ബയോബോൾസും ഒക്കെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ബെനിഫിഷ്യൽ ബാക്ടീരിയാസ് അമോണിയയെ നൈട്രൈറ്റ് ആക്കി മാറ്റുന്നത്. മൂന്നാമത് വരുന്നതാണ് കെമിക്കൽ ഫിൽട്രേഷൻ. ഇവിടെ നമ്മൾ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന അനാവശ്യമായിട്ടുള്ള കെമിക്കൽ കോമ്പൗണ്ട്സിനെ എല്ലാം റിമൂവ് ചെയ്യുന്നു. ടാങ്കിനകത്ത് നമ്മളൊരു സബ്മേഴ്സിബിൾ പമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ പമ്പ് വഴിയാണ് ടാങ്കിലെ വെള്ളം നമ്മുടെ ഫിൽറ്ററിലേക്ക് കടക്കുന്നത്. ഫിൽറ്ററിൽ നിന്ന് ഇത് ക്ലീൻ ആയ ശേഷം നല്ല ഓക്സിജനേറ്റഡ് വാട്ടർ വീണ്ടും ടാങ്കിലേക്ക് നമ്മൾ റിലീസ് ചെയ്യുന്നു. സം ഫിൽറ്ററിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലാർജ് ക്വാണ്ടിറ്റിയിലാണ് ഇത് വേസ്റ്റിനെ കളക്ട് ചെയ്ത് കളയുന്നത്. അതുപോലെ തന്നെ ഇതിൽ ധാരാളം ഫിൽറ്റർ മീഡിയയും കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഓവർഫ്ലോ ആണ്. ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് പമ്പിലൂടെ വെള്ളം ഓവർഫ്ലോ ആവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇത് കുറച്ച് എക്സ്പെൻസീവുമാണ്. അതുപോലെ തന്നെ ഈ ഒരു ഫിൽറ്റർ പ്ലേസ് ചെയ്യാനായിട്ട് നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള പ്ലംബിംഗ് ഒക്കെ തന്നെ ചെയ്യേണ്ടി വരും. ഈ ഫിൽറ്റർ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഓർസ്, അരോണ, ഓസ്കാർ, പിന്നെ സൈക്ലിഡ്സ് തുടങ്ങിയ ഫിഷസിനാണ്. അതുപോലെ ഒരു റീഫ് ആൻഡ് മറൈൻ സെറ്റപ്പോ ഒരു ഹെവിലി പ്ലാന്റഡ് ടാങ്കിനോ ഒക്കെ തന്നെ ഇത് വളരെയധികം സ്യൂട്ടബിൾ ആയിരിക്കും. രണ്ടാമതായി നോക്കാൻ പോകുന്നത് കാനിസ്റ്റർ ഫിൽറ്ററാണ്. ഇതൊരു പവർഫുൾ സീൽഡ് എക്സ്റ്റേണൽ ഫിൽറ്റർ ആയിരിക്കും. ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ടായിരിക്കും ടാങ്കിലെ വെള്ളം ഇത് ഡ്രോ ചെയ്യുന്നത്. ഇതിനും 3 ലെയർ ഫിൽട്രേഷനാണ്. മെക്കാനിക്കൽ ഫിൽട്രേഷൻ അത് വേസ്റ്റിനെയും ഡീബ്രിസിനെയും കളക്ട് ചെയ്യുന്നു. ബയോളജിക്കൽ ഫിൽറ്റേഴ്സിൽ സെറാമിക് ബോൾസും റിങ്സും ഒക്കെ തന്നെ ബെനിഫിഷ്യൽ ബാക്ടീരിയയുടെ കോളനി പ്രൊഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ വാട്ടറിലെ അമോണിയ നൈട്രേറ്റ് ആക്കാനും സഹായിക്കുന്നു. അടുത്തതായിട്ട് വരുന്നതാണ് കെമിക്കൽ ഫിൽട്രേഷനിൽ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ആക്ടിവേറ്റഡ് കാർബണോ റെസിനോ ഒക്കെ ആയിരിക്കും. ഇത് വെള്ളത്തിലുണ്ടാകുന്ന ചെറിയ ചെറിയ ഫൗൾ സ്മെല്ലിനെ റിമൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഈ ഫിൽറ്റർ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്ലക്ക് ഓഫ് ഫിഷ്, ഡാറ്റ്നോയിഡ്സ്, സൈക്ലിഡ്സ്, ഡിസ്കസ്, അരോണ, ഓസ്കാർ തുടങ്ങിയുള്ള ഹെവി ആയിട്ട് വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫിഷസിനായിരിക്കും. ഇതൊരിക്കലും ടൈനി ഫിഷസിനോ അതുപോലെ തന്നെ ലോ മൂവിങ് ആയിട്ടുള്ള ഷ്രിമ്പിനോ ഒന്നും തന്നെ ഒരിക്കലും സ്യൂട്ടബിൾ അല്ല. ഈ ഫിൽറ്ററിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് മെയിൻ്റനൻസ് ഫ്രീ ആണ്. അതുപോലെ തന്നെ ലാർജ് ക്വാണ്ടിറ്റിയിൽ വേസ്റ്റും കളക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ചില കാനിസ്റ്റർ ഫിൽറ്റേഴ്സിൽ UV ലൈറ്റ് ഇൻബിൽറ്റ് ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെ വരുന്ന ഫിൽറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടാങ്കിലുള്ള ആൽഗെ ഗ്രോത്തിനെ ഇത് പ്രിവെൻറ്റ് ചെയ്യുന്നു. പിന്നെ ഇതിൻ്റെ ഒരു ഡീമെറിറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. സം ഫിൽറ്ററും കാനിസ്റ്റർ ഫിൽറ്ററും കൂടെ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കണക്ഷൻസ് കുറച്ചുകൂടി ഈസി ആയിട്ട് വരുന്നത് കാനിസ്റ്ററിലായിരിക്കും. കാനിസ്റ്ററിൽ അതുപോലെ തന്നെ ഓവർഫ്ലോ ഒന്നും തന്നെ ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ പ്ലംബിങ്ങും കുറച്ചുകൂടെ ഈസി കാനിസ്റ്ററിലായിരിക്കും. മൂന്നാമതായി നമ്മൾ നോക്കാൻ പോകുന്നതാണ് ടോപ്പ് ഫിൽറ്റർ. അക്വേറിയത്തിൻ്റെ ടോപ്പിലായിട്ടായിരിക്കും ഈ ഒരു ഫിൽറ്റർ നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും. വളരെ കുറച്ച് മാത്രം സ്പേസ് മതിയായിരിക്കും. ചെറിയ കപ്പാസിറ്റിയിലുള്ള ടാങ്ക്സ്, അതായത് 20 ലിറ്റർ 30 ലിറ്റർ കപ്പാസിറ്റി വരുന്ന ടാങ്കുകളിലായിരിക്കും ഇത് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്. പിന്നെ ഫിഷസ് നോക്കുകയാണെങ്കിൽ ടെട്രാസ്, ബാർബ്സ്, ഗപ്പി, മോളീസ്, ബെറ്റ ഇതിനൊക്കെ ആയിരിക്കും ഈ ഒരു ഫിൽറ്റർ കുറേ കൂടെ സ്യൂട്ടബിൾ. അതുപോലെ തന്നെ നമ്മൾ മീൻ കുഞ്ഞുങ്ങളെയൊക്കെ സ്പെഷ്യലായിട്ട് വളർത്തുമ്പോഴും നമുക്ക് ടോപ്പ് ഫിൽറ്ററിൻ്റെ ആവശ്യം വരുന്നേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഒരു ഡീമെറിറ്റ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടാങ്ക് നോക്കുമ്പോൾ കുറച്ച് ബൾക്കി ആയിട്ട് അതിൻ്റെ ടോപ്പിലിരിക്കും. നമ്മൾ നാലാമതായിട്ട് വരുന്നതാണ് സ്പോഞ്ച് ഫിൽറ്റർ. അതിനകത്തൊരു ഫോം സ്പോഞ്ച് ആയിരിക്കും യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു എയർ പമ്പിനെ ഒരു എയർലൈൻ ട്യൂബുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. കുഞ്ഞു ഫിഷസിനും അതുപോലെ തന്നെ മീൻ കുഞ്ഞുങ്ങൾക്കും ഒക്കെ ആയിരിക്കും ഈ ഒരു ഫിൽറ്റർ ഏറ്റവും സ്യൂട്ടബിൾ. ഇതിലൊരു മെക്കാനിക്കൽ പാർട്സ് ആയിട്ടുള്ള മോട്ടറോ ഇംപെല്ലറോ ഫാനോ ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് ഇതുമൂലം ഉണ്ടാകുന്ന ബ്രേക്കേജസ് ഒക്കെ തന്നെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇത് വളരെ അഫോർഡബിൾ റേഞ്ചിന് നമുക്ക് അവൈലബിൾ ആണെന്ന് മാർക്കറ്റിൽ. നമ്മളിപ്പോൾ ഒരു ഫിഷിനായിട്ട് ക്വാറന്റൈനിൽ മാറ്റുമോ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വന്നിട്ട് നമ്മൾ അതിന് സ്പെഷ്യൽ ഒരു കെയറോ ഒക്കെ കൊടുക്കുന്ന സമയത്ത് സ്പോഞ്ച് ഫിൽറ്റർ നമുക്ക് യൂസ് ചെയ്താൽ മതിയാകും. അടുത്തതായിട്ട് വരുന്നതാണ് ഇന്റേണൽ ഫിൽറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ടോപ്പ് ഫിൽറ്ററിൻ്റെ തന്നെ വേറൊരു വെർഷനാണ്. നമ്മൾ ടാങ്കിൽ ഇമ്മേഴ്സ് ചെയ്തിട്ടായിരിക്കും വെച്ചിരിക്കുന്നത്. വേറെ ഡിഫറൻസ് ഒന്നും തന്നെ ഇല്ല. വളരെ ചെറിയ ടാങ്കിനായിരിക്കും ഇത് ഏറ്റവും സ്യൂട്ടബിൾ. അതുപോലെ തന്നെ അഫോർഡബിൾ പ്രൈസ് റേഞ്ചിലായിരിക്കും നമുക്കിത് കിട്ടുന്നത്. നമ്മുടെ അക്വേറിയത്തിലേക്ക് എപ്പോഴും ഫിൽറ്റർ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ള പ്രധാന കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഫിഷ് ഏതാണ്. ഒരു ലാർജ് ക്വാണ്ടിറ്റിയിൽ വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന
ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും സം ഫിൽറ്ററോ കാനിസ്റ്ററോ ഒക്കെ തന്നെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ വലിയ മീനാണെങ്കിലും ഈ ഫിൽറ്റേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. അതല്ല വളരെ കുഞ്ഞായിട്ടുള്ള ഫിഷസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബെറ്റാസോ ഗപ്പീസോ പോലുള്ള വളരെ ചെറിയ ഫിഷസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം ടോപ്പ് ഫിൽറ്ററോ അല്ലെങ്കിൽ സ്പോഞ്ച് ഫിൽറ്ററോ ഒക്കെ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. ഫിൽറ്റർ യൂസ് ചെയ്താലും നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് 1 അവർ കൊണ്ട് 3 ടൈംസ് എങ്കിലും നമ്മുടെ ടാങ്കിലെ വെള്ളം ഈ ഫിൽറ്റർ വഴി പാസ് ചെയ്തിരിക്കണം. അതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫിൽറ്റേഴ്സൊക്കെ ഓൾമോസ്റ്റ് എല്ലാം തന്നെ മെയിൻ്റനൻസ് ഫ്രീ ആയിരിക്കും. അപ്പോൾ നമ്മൾ ആ മാനുവലായിട്ട് നമ്മൾ ഈ വേസ്റ്റിനെ എന്തിനെ റിമൂവ് ചെയ്ത് കളയേണ്ട ആവശ്യമോ ഒരുപാട് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നും തന്നെ വരുന്നില്ല. പകരം നമുക്കതിൻ്റെ ഔട്ട്ലെറ്റ് വാൽവ് വഴി ആ ഒരു സോളിഡ് വേസ്റ്റസിനെയൊക്കെ തന്നെ വെള്ളത്തിനൊപ്പം റിമൂവ് ചെയ്ത് കളയാവുന്നതേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.